അഭിപ്രായം. അപ്പൊ ഇതിന്റെ അവതരണം മക്കയിലാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ 5 ആയത്തുകളാണുള്ളത്. 5 ആയത്തുകൾ. 5 ആയത്തുകള് 5 ആയത്തും പറ്റുമെങ്കിൽ നമുക്കിന്ന് അങ്ങ് പൂർത്തീകരിക്കാമെന്നാ വിചാരിക്കുന്നത്. ഒന്നാമത്തെ ആയത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഇതില് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഒന്ന് അവിടെ നൂന് ശബ്ദമുള്ള അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ നൂന് ഇരട്ടിച്ചു വന്നു. നൂന് എന്ന് പറഞ്ഞാൽ ഉന്നത്തുള്ള അക്ഷരമാണ്. ഉന്നത്ത് പറഞ്ഞാൽ മണിക്കാന്ന് നമ്മൾ പറയാനുള്ളത്. മൂക്കിലൂടെ വരുന്ന ഒരു മുഴക്കമാണ്. അത് ഇരട്ടിപ്പിക്കപ്പെടും. അപ്പൊ അവിടെ അതേപോലെ അൻസൽനാഹു അവിടെ ഒരു സാക്കിനായ നൂനുണ്ട്. അത് വ്യക്തമായി പറയരുത്. അൻസൽന എന്ന് പറയരുത്. അൻസൽന നാവ് മുകളിൽ തട്ടിക്കാതെ മൂക്കിലൂടെയുള്ള മുഴക്കം മാത്രം വന്നാൽ മതി. അൻസൽനാഹു. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ലൈലത്തിൽ ഖദ്ർ ദാല് സാക്കിനായി വന്നു. അത് നമ്മൾ പറഞ്ഞിരുന്നു കൽക്കലത്ത് ചെയ്യുക എന്ന് പറയാം. അതാ ദാൽ എന്ന അക്ഷരം വരുന്നത് നാവ് മുകളിൽ അണ്ണാക്കിന്റെ മുൻഭാഗത്ത് തട്ടുമ്പോഴാണ്. അവിടെ തട്ടിയിട്ട് നേരെ വാലേക്ക് പോകാൻ പറ്റില്ല. അത് തട്ടിച്ചിട്ട് ഇങ്ങനെ ഇളക്കണം. കാദ് മുകളിൽ തട്ടിച്ച് വെക്കരുത്, ഇളക്കണം. ഇളക്കുമ്പോഴേ ആ ദ് എന്നുള്ള സൗണ്ട് വരുള്ളൂ. ആ ഇളക്കത്തിനാണ് കൽക്കലത്ത് എന്ന് പറയാം. അത് ആ സൗണ്ട് കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇളക്കുന്നത്. കാദ് നാവ് മുകളിൽ തട്ടി വെക്കല്ല, എടുത്തിട്ടുണ്ട്. കാദ് കാദർ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. കൽക്കാലത്ത് ചെയ്യണം. അത്രയാണ് ആ ആയത്തിൽ പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം. നമുക്ക് അർത്ഥത്തിലേക്ക് വരാം. എന്താ എന്ന് പറഞ്ഞത്? ദൈർഘ്യമായിട്ടുള്ള വാക്യങ്ങള്. എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചെയ്തിലുള്ള ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്ന ഹർഫിനോട് ഒരു ദമീർ കൂടെ ചേർന്ന് വന്നതാണ് ശരിക്കും ഇന്ന എന്നത്. നാ എന്ന ദമീർ കൂടി ചേർന്ന് വന്നത്. നാ എന്ന് പറഞ്ഞാൽ നാം എന്നാണ് അർത്ഥം. നാം. അപ്പം ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം. അതാണ് ഇന്ന എന്ന് പറഞ്ഞാൽ. അടുത്ത പദം അൻസൽനാഹു. അതിലെ അടിസ്ഥാനപരമായ പദം എന്ന് പറയുന്നത് അൻസല എന്നാണ്. അൻസല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയാമോ? അൻസല ഇറക്കി. അൻസല എന്ന പദത്തിൽ എത്ര അക്ഷരമുണ്ട്? അൻസല എന്നുള്ളതിലട്ടോ അല്ലട്ടോ, അൻസല. അതിൽ എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. ശരിക്കും അതില് അടിസ്ഥാനപരമായിട്ട് 4 അക്ഷരം ഇല്ല കേട്ടോ. ആ അധികം വന്നതാണ്. ശരിക്കും ന ആ 3 അക്ഷരമാണ് അതിൽ അടിസ്ഥാനപരമായ അക്ഷരം. നൂൻ ലാം നസല. അതിന് മുന്നിൽ ഒരു ആ കൂടെ വന്ന് ചേർന്ന് വന്ന മസീദായി വന്നതാ, അധികം വന്നതാണ്. അൻസല. നസല എന്ന് പറഞ്ഞാൽ എന്താ പറയാ? നസല ഇറങ്ങി. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കി. ഇത് മിക്കവാറും പദങ്ങൾ ഈ രൂപത്തിലാവില്ല. അപ്പൊ ഹറജ എന്ന് പറഞ്ഞാൽ പുറത്ത് വന്നു എന്നാണ്. പുറത്ത് വന്നതാണ്. അഹറജ എന്ന് പറഞ്ഞാൽ പുറത്തിറക്കിയതാണ്. ദഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നാണ്. അദഹക്ക എന്ന് പറഞ്ഞാൽ ചിരിപ്പിച്ചു എന്നാണ്. ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്നാണ്. അദ്ക എന്ന് പറഞ്ഞാൽ കരയിപ്പിച്ചു എന്നാണ്. സൂറത്തു അന്നജ്മിൽ വന്നിട്ട്. അതേപോലെ നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നാണ്. അൻസല എന്ന് പറഞ്ഞാൽ ഇറക്കിയതാണ്. അപ്പൊ അതിനോട് ചേർന്ന് ഒരു ദമീറും കൂടെ വന്നു അൻസല എന്നതിനോട്. നാ എന്ന ദമീർ. അൻസൽന എന്താ അർത്ഥം? നാം ഇറക്കി. ഇനി പറയാൻ പോകുന്നത് മഫ്ഊൽ ബിഹിയാണ്, ഓബ്ജക്റ്റ് ആണ്. എന്തിനെ ഇറക്കി? അൻസല ഇറക്കി. അൻസൽന നാം ഇറക്കി. അതിൽ സബ്ജക്റ്റും കൂടി വന്നു, ഫായിലും കൂടി വന്നു, ചെയ്ത ആളും കൂടി വന്നു. ഇനി പറയേണ്ടത് എന്തിനെ ഇറക്കിയതാ? ഹു. അവിടെയും ഒരു ദമീർ വന്നിട്ടുള്ളത്. ഏതാണെന്ന് കൃത്യമായി പറഞ്ഞില്ല. എന്തിനെ ഇറക്കി? ഹു. ഹു എന്ന് പറഞ്ഞാൽ ഇവിടെ അത് എന്നുള്ള അർത്ഥം. അതിനെ ഇറക്കി. ഏതിനെ? ഖുർആനിനെ ഇറക്കി. ഖുർആനിനെ ഇറക്കി എന്ന് പറയാനാണെങ്കിൽ അൻസൽനൽ ഖുർആനാണെന്ന് പറഞ്ഞാൽ പോരെ. ഇന്ന അൻസൽനൽ ഖുർആന, തീർച്ചയായും നാം ഖുർആനിനെ ഇറക്കി.
എന്തപ്പോ അതൊന്നും വ്യക്തമാക്കാതെ പടച്ചോൻ ഇന്നാ അൻസൽനാഹു എന്ന് പറഞ്ഞത്? അതിനെ ഇറക്കി എന്ന്. അതെ, അത് സത്യത്തിൽ അത് പറയാതെ തന്നെ അണ്ടർസ്റ്റുഡ് ആണ് എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പൊ പറയാതെ തന്നെ വ്യക്തമായ ഒരു സംഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അറബിയിലുള്ളൊരു പ്രയോഗമാണ് ദമീർ ഉപയോഗിച്ച് പറയാന്നുള്ളത്. വ്യക്തമായി പറയാതെ ദമീർ ഉപയോഗിച്ച് പറയാന്നുള്ളത്. അപ്പൊ അത് അത്രത്തോളം മഹത്തായതാണ് എന്നതാണ് അതിന്റെ ഉദ്ദേശം. അത്രത്തോളം മഹത്തായ ഒരു സംഗതിയാണ്, അത്രത്തോളം പരിചിതമായൊരു സംഗതിയാണ് എന്നതുകൊണ്ടാണ് കേവലം ഹു എന്ന ദമീറിൽ അതിനെ പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. അൻസൽനാഹു, നാം അതിനെ ഇറക്കി. ഇന്ന, തീർച്ചയായും അൻസൽനാഹു, നാം അതിനെ ഇറക്കി, അഥവാ ഖുർആനിനെ ഇറക്കി. ഫീ ലൈലത്തിൽ ഖദ്രി, എപ്പോഴാ ഇറക്കിയത്? ഫീ ലൈലത്തിൽ ഖദ്രി, നിർണയത്തിന്റെ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാല് ലൈലത്ത് എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ്. ഓക്കെ, ശരി. ലൈലത്ത് എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ, ഖദർ എന്ന് പറഞ്ഞാൽ വിധി. വിധി വിധി എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ ഖദറാന്ന് പറയാറുണ്ടല്ലേ നമ്മള്. ശരിക്കും ഖദർ എന്ന് പറഞ്ഞാൽ കണക്ക് നടത്താം. ഖദ്ദറ എന്ന് പറഞ്ഞ കണക്കാക്കി എന്നൊക്കെയാണ്. കണക്കാക്കി. അപ്പൊ നമ്മൾക്കൊക്കെ ഓരോ ഖദറുണ്ട്. അപ്പൊ എത്ര വർഷം ഇവിടെ ജീവിക്കണം, എത്ര ഭക്ഷണം കഴിക്കണം, എത്ര സമ്പത്ത് അനുഭവിക്കണം, എത്ര വായു ശ്വസിക്കണം, എത്ര വെള്ളം കുടിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിനും പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കണക്ക്, അഥവാ ഒരു ഖദർ ആക്കി വെച്ചിട്ടുണ്ട്, നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഖദർ എന്ന് പറഞ്ഞ സംഗതിയാണ്, ഒരു കണക്കാണത്. ഇത് ഷറഫ് അല്ലെങ്കിൽ മഹത്വം എന്നർത്ഥം, അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനം എന്ന അർത്ഥത്തിലൊക്കെ വരാറുണ്ട്. അപ്പൊ അവന് വലിയ ഖദറുള്ള ആളാണ്, അദീമുൽ ഖദർ എന്ന് പറയും. വലിയ ഖദറുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമുള്ള ആളാണെന്ന് അതിനർത്ഥം. അദീമുൽ ഖദർ. പടച്ചോനം ചില ആളുകൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, ഹഖ്ഖ ഖദ്രിഹി. പടച്ചോന്റെ ആ മഹത്വം ആളുകൾ ശരിക്കും എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ആ അർത്ഥത്തിലാണ് ഖദർ എന്ന് ഉപയോഗിക്കാറുള്ള ഒന്ന്. ആ മഹത്വം അല്ലെങ്കിൽ ആ സ്ഥാനം എന്നൊക്കെയുള്ള അർത്ഥം, വലിയ സ്ഥാനം. പ്രവാചകൻ അദീമുൽ ഖദറായിരുന്നു, വലിയ ഖദറുള്ള ആളായിരുന്നു. അപ്പൊ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരർത്ഥം അതാണ്, മഹത്തായ ഒരു രാത്രി എന്ന അർത്ഥമാണ് അവര് ലൈലത്തുൽ ഖദർ പറഞ്ഞത്, മഹത്തായ ഒരു രാത്രി. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖദ്ദറ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്നുള്ളത്. നമ്മൾ ഓരോന്നും അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അല്ല നമ്മൾ അനുഭവിക്കുന്നതൊക്കെ പഠിച്ച നേരത്തെ ഒരു ഖദറാക്കി വെച്ചിട്ടുണ്ട്. സൂറത്തു പിന്നെ അൽ അഅലയുടെ തുടക്കത്തിലൊക്കെ അത് പറയുന്നുണ്ട്. സബ്ബിഹ ഇസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ, കണക്കാക്കിയതായിരുന്നു. അപ്പൊ ആ അർത്ഥം അതിലുണ്ട്. അപ്പം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾക്ക് ഇങ്ങനെ പറയാം, മഹത്തായ ഒരു രാത്രി എന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാം കണക്കാക്കുന്ന ഒരു രാത്രി. ആ അർത്ഥത്തിലാണ് നമ്മൾ നിർണയത്തിന്റെ രാത്രി എന്നൊക്കെ പറയാറുള്ളത്. ഒരു രാത്രി. ദുഹാന്റെ ഒരു പ്രയോഗത്തിലെ അതൊരു മുബാറക്കത്തായ രാത്രിയാണെന്ന് പറയുന്നുണ്ട്. ഒരു അനുഗ്രഹീതമായ, ഒരു ബറക്കത്താക്കപ്പെട്ട രാത്രിയാണെന്ന്. അവിടെ അതിനുശേഷം ഖുർആൻ പറയുന്നുണ്ട് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്ന്. എല്ലാ യുക്തിയുള്ള, ഹിക്മത്തുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിർണയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വേർതിരിക്കപ്പെടുന്നു. യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്ന് പറയുന്നത് സൂറത്ത് ദുഹാനില്. ഓക്കെ, അവിടെ കട്ടെ. ഈ രാത്രി ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർണയത്തിന്റെ രാത്രി എന്ന് പറയാം, അല്ലെങ്കിൽ മഹത്തായ രാത്രി എന്ന് പറയാം. ഈ രാത്രിയിൽ അള്ളാഹു എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? അതിനെ നാം ഇറക്കി. അപ്പൊ എപ്പോഴാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത്? റമദാനിലോ?
ഖുർആനിൽ ഒറ്റ രാത്രിയിൽ ഇറക്കിയ സംഗതിയാണോ ഈ ഖുർആൻ? ഇറക്കപ്പെട്ട സംഗതിയാണോ ഈ ഖുർആൻ? അല്ല. അല്ല. ആദ്യമായിട്ട് ഇറങ്ങിയ സംഭവം നമ്മൾക്ക് ഓർമ്മയുണ്ട്. സൂറത്തുൽ അലഖിന്റെ തുടക്കത്തിൽ നമ്മളത് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നത് ചൊല്ലിക്കൊടുക്കുന്നത്. ഇത് സംഭവിച്ചത് ഒരു രാത്രിയിലായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ആ രാത്രി എപ്പോഴാന്ന് ചോദിച്ചാൽ, ഏത് മാസമാണ് എന്ന് ചോദിച്ചാൽ റമദാനിലാണ് എന്നും പറയപ്പെടുന്നത്. റമദാനിൽ തന്നെ എപ്പോഴാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അവസാനത്തെ 10 രാത്രികളിൽ ഏതോ ഒന്നിലാണ്. അതിൽ തന്നെ 10 രാത്രികളിൽപ്പെട്ട 5 രാത്രികളിൽ ഒറ്റയായി വരുന്ന രാത്രികളിലാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട്. അല്ലാഹു ആലം. കൃത്യമായിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ല ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്നത്. അപ്പൊ ആ അവതരണം ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ അവതരിക്കാൻ ആരംഭിച്ചത് ഒരു രാത്രിയിലാണ് എന്നതുകൊണ്ടാണ് നാം അതിനെ ഖദറിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് എന്നതാണ് ഒരഭിപ്രായം. ഇനി രണ്ടാമതൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അതെന്താ വെച്ചാല് ഈ ഖുർആനൊക്കെ എവിടെയാ ഉള്ളത്? ഖുർആനൊക്കെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോ അപ്പപ്പം പടച്ചവന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതല്ല. ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ രേഖയാക്കി വെക്കപ്പെട്ടിട്ടുള്ള അത് നമ്മള് അല്ലമൽ പിന്നെ റബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരുന്നു പേന കൊണ്ട് പഠിപ്പിച്ചവൻ എന്ന്. ആദ്യം പടച്ചുണ്ടാക്കിയത് എന്തിനാണ് നമ്മൾ പറഞ്ഞിരുന്നത്? പേനയാണ്. എന്തിനാ ആദ്യം പേന ഉണ്ടാക്കിയത്? എല്ലാം രേഖപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതായ എല്ലാം രേഖപ്പെടുത്തിയതാണ്. പ്രവാചകനെ നിയോഗിക്കുക എന്നുള്ളത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ രേഖപ്പെടുത്തപ്പെട്ട സംഗതിയാണ്. പ്രവാചകനോട് ആളുകൾ എങ്ങനെ പെരുമാറും എന്നതും എന്തൊക്കെ ചോദിക്കുമെന്നതും എന്തതിന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുമെന്നും എന്തൊക്കെ പ്രവാചകൻ പടപ്പുകളോട് മനുഷ്യരോട് സംസാരിക്കുമെന്നതും ഒക്കെ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്ന സന്ദേശങ്ങൾ അടക്കം സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ എവിടെയാ പടച്ചോൻ എഴുതി വെച്ചത്? അത് എഴുതി വെച്ച സ്ഥലത്തിന് ഒരു ഫലകം എന്നാ പറയാ. നമ്മളൊക്കെ പണ്ട് മദ്രസയില് ലാമ് പഠിക്കുമ്പോ പഠിച്ചിട്ടുള്ളൊരു വേർഡുണ്ട്, ലൗഹൻ. എന്താ സ്ഥലം ലൗഹൻ എന്ന് പറഞ്ഞാല്? സ്ലേറ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പൊ ലാബ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ലൗഹ പറയാറില്ല കേട്ടോ. കാരണം ഇപ്പൊ അങ്ങനെ വ്യാപകമായിട്ട് ചെറിയ മക്കൾ 1ാം ക്ലാസ്സിലെ മക്കളൊന്നും ലൗഹ ഉപയോഗിക്കുന്നില്ല, സ്ലേറ്റ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ലാബ് പഠിപ്പിക്കാൻ വേണ്ടി വേറെ ചില പദങ്ങൾ ലൊഹ്ബത്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മളൊക്കെ പഠിച്ചത് ലൗഹന്നായിരുന്നു, സ്ലേറ്റ്. ലൗഹ എന്ന് പറഞ്ഞാൽ ഫലകം എന്നാണ് അർത്ഥം. അപ്പൊ ഈ എല്ലാം രേഖപ്പെടുത്തി വെച്ച സ്ഥലത്തിന് പറയാറുള്ളത് അൽ ലൗഹു അൽ മഹ്ഫൂദ് എന്നാ. മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ ഹിഫ്ള് ചെയ്യുക എന്ന് പറഞ്ഞാ മനപ്പാടമാക്കുക. ശരിക്കത് സംരക്ഷിക്കുക എന്നതിനർത്ഥം. ഖൽഫി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എന്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എന്റെ താഴെ നിന്നും എന്റെ മേലെ നിന്നും എന്റെ വലത്തുനിന്നും എന്റെ ഇടത്തുനിന്നൊക്കെ എന്നെ സംരക്ഷിക്കണമേ എന്ന് അല്ലാഹു മഹ്ഫദ്നി എന്ന് പറയാറുണ്ട്. ഹഫിള എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചൂടാ. അപ്പൊ അല്ലൗഹൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ട ഒരു ഫലകം എന്നാണ്. എന്ന് പറഞ്ഞാൽ ആർക്കും അതിനെന്ത് ചെയ്യാൻ കഴിയില്ല. സൂക്ഷിക്കപ്പെട്ട എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പൊ സുരക്ഷിതമായ
സംരക്ഷിതമായ ഒരു ഫലകത്തിലാണ് സത്യത്തിൽ ഈ പറഞ്ഞ എല്ലാ സംഗതികളും പടച്ചവനെ എഴുതി വെച്ചിട്ടുള്ളത്. അതിലാർക്കും കൈകടത്താൻ പറ്റില്ല, അതിലാർക്കും എത്തി നോക്കാനും കഴിയില്ല. അത് അള്ളാഹുവിന് സ്വന്തമായിട്ടുള്ള ഒരു ഫലകമാണ്. അള്ളാഹു എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു ഫലകമാണ്. ഈ ഫലകത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്, ഇനി നടക്കാൻ പോകുന്നതുണ്ട്, നേരത്തെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള സന്ദേശങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എവിടെ? ഈ അൽ-ലൗഹുൽ മഹ്ഫൂദിൽ. ഈ അൽ-ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് നേരിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതാണോ ഖുർആനിന്റെ വചനങ്ങൾ? അതെ, ഓരോ ഘട്ടങ്ങളിലായിട്ടാണ് അവതരിപ്പിച്ചത്. ഓരോ സന്ദർഭത്തിനനുസരിച്ച് അവതരിപ്പിക്കപ്പെട്ടതാണ് ഓരോ ആയത്തുകൾ. ചിലതൊക്കെ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആണ് എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. അപ്പൊ യസ്അലൂനക എന്ന് തുടങ്ങുന്ന കുറെ പ്രയോഗങ്ങളുണ്ട് ഖുർആന്റെ. അവര് നിന്നോട് ചോദിക്കുന്നു, യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, യസ്അലൂനക അനിർ റൂഹ്, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താ ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നു. റൂഹ് എന്താ എന്ന് അവർ ചോദിക്കുന്നു. റൂഹിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. കള്ളിനെ കുറിച്ചും പിന്നെ മൈസറിനെ കുറിച്ചും ഒക്കെ അവര് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. അതിനിങ്ങനെ മറുപടി പറയുക എന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ട കുറെ ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞ് ഓരോന്നും ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് പ്രവാചകന് പടച്ചവൻ അപ്പപ്പം ഉണ്ടാക്കി ഉത്തരം ഉണ്ടാക്കി കൊടുത്തതാണോ? അതല്ല, ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നേരത്തെ എവിടെ ഉണ്ട്? ഇല്ല, ലൗഹുൽ മഹ്ഫൂദിൽ നിന്നാണോ ആ ഓരോ സന്ദർഭത്തിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആനിലുള്ള വചനങ്ങൾ ഇറക്കി കൊടുത്തത്? അവിടുന്ന് ലോവസ്റ്റ് ഹെവനിലേക്ക് അതെ. ഖുർആന്റെ അവതരണം 2 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന്, ഈ അൽ-ലൗഹുൽ മഹ്ഫൂദിലുള്ള ഖുർആനിന്റെ വചനങ്ങളെല്ലാം ഒന്നിച്ച് അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഒരൊറ്റ ഘട്ടമായിട്ട്, ദഫ്അതൻ വാഹിദ, ഒരൊറ്റ ഘട്ടമായിട്ട് ആദ്യം അസ്സമാഉദ് ദുനിയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ദ ലോവസ്റ്റ് ഹെവൻ എന്നൊക്കെ പറയാം നമുക്ക്. ഏറ്റവും താഴെയുള്ള ആകാശം അല്ലെങ്കിൽ പ്രപഞ്ചം എന്നൊക്കെ പറയാം അതിന്. താഴെയുള്ള ആകാശം. ഈ താഴെയുള്ള സമാഉദ് ദുനിയ എന്ന് പറയുന്ന ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശത്തിലേക്ക് അൽ-ലൗഹുൽ മഹ്ഫൂദിലുള്ള പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ മൊത്തത്തിൽ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? അവതരിപ്പിക്കുന്നുണ്ട്. ആ ഏറ്റവും താഴെയുള്ള ആകാശത്തു നിന്ന് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള അസ്സമാഉദ് ദുനിയയിൽ നിന്നാണ് പിന്നെ ആർക്ക് ഘട്ടങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഘട്ടങ്ങളായിട്ട് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. എപ്പോഴാണ് ഈ അൽ-ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ആകാശത്തേക്ക്, ഒന്നാം ആകാശത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള ആകാശത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതൊരു രാത്രിയിലാണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഖദറിന്റെ രാത്രി എന്നതാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായം. അപ്പൊ 2 അഭിപ്രായങ്ങളാണ് ഈ ലൈലത്തുൽ ഖദറിൽ നാം അതിനെ അവതരിപ്പിച്ചു എന്നതിനെ കുറിച്ചുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിന്റെ വചനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന്റെ ആരംഭം നടന്നിട്ടുള്ളത് ഖദറിന്റെ രാത്രിയിലാണ് എന്നതാണ്. അഥവാ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നത് തുടങ്ങി അവതരണം ആരംഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം, അതിനെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ആദ്യം അൽ-ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആനിനെ എങ്ങോട്ടിറക്കിയിട്ടുണ്ട്? അസ്സമാഉദ് ദുനിയയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഘട്ടങ്ങളായിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ മുഖേന അറിയിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒന്നാമത്തെ ആകാശത്തിലേക്ക് അള്ളാഹു ഖുർആനിനെ ഒന്നിച്ചിറക്കിയതാണ്. ആ ഒന്നിച്ചിറക്കിയത് ഈ ഖദറിന്റെ ലൈലത്തുൽ ഖദറിലാണ് എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. അതിനെക്കുറിച്ചാണ് ഇവിടെ നാം അതിനെ ലൈലത്തുൽ ഖദറിൽ ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഏതാ ശരി? രണ്ടും ശരിയാണ്. ഏതാണ് ശരി എന്ന് പൂർണ്ണമായി പറയാൻ തക്ക തെളിവുകളൊന്നും നമ്മുടെ അടുത്തില്ല. ഈ 2 അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ്. എന്നാൽ
അതിലെ കുറച്ച കാര്യം കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് രണ്ട് വ്യത്യസ്തങ്ങളായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് അൻസല എന്ന പദപ്രയോഗമാണ്, ഒന്ന് നസ്സല എന്ന പദപ്രയോഗമാണ്. രണ്ടും ഇറക്കി എന്നാണ്. അൻസലൽ കിതാബ്, നസ്സലൽ കിതാബ്, അൻസൽനാഹു തൻസീലൽ കിതാബ്. ഇൻസാലുമുണ്ട് തൻസീലുമുണ്ട്. അൻസല എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, നസ്സല എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ഇറക്കി എന്നതാണ്. ഒരിടത്ത് നസ്സല എന്നതിന്റെ മുന്നിൽ ആ വന്നതാണ്, രണ്ടാമത്തെ ന കഴിഞ്ഞിട്ടുള്ള സ ഇരട്ടിച്ചതാണ് നസ്സല. രണ്ടും അർത്ഥം ഇറക്കിയതല്ല. പക്ഷെ ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ അവതരണമാണിത്. അൻസല എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇറക്കുന്നതിനാ പ്രയോഗിക്കുക. നസ്സല എന്ന് പറഞ്ഞാൽ ഘട്ടങ്ങളായിട്ട് ബിത്തൻജീം എന്നാ പറയാ അറബിയില്, മുനജ്ജമൻ, ഘട്ടങ്ങളായിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് എന്താ പറയാ നസ്സല. അപ്പൊ തൗറാത്തും ഇഞ്ചീലും ഒക്കെ എങ്ങനെ ഇറക്കിയത്? ഒറ്റയടിക്ക്. അതിനെ കുറിച്ച് പറഞ്ഞ് നസ്സല തൗറാത്ത് അവൽ ഇഞ്ചീൽ എന്നല്ല, നസ്സല തൗറാത്ത് അവൽ ഇഞ്ചീൽ എന്നാണ്. ഒറ്റയടിക്ക് ഇറക്കിയതാണ്. പക്ഷെ ഖുർആനിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അൻസലാന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, നസ്സലാന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അൻസലാന്ന് ഉപയോഗിക്കാറുള്ളത് സാധാരണ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് ഇറക്കുമ്പോഴാണ്. നസ്സല എന്ന് ഉപയോഗിക്കാറുള്ളത് ഘട്ടം ഘട്ടമായിട്ട് ഇറക്കുമ്പോഴാണ്. ഇവിടെ ഏതാ ഉപയോഗിച്ചത്? അൻസല. അപ്പൊ ഇവിടെ പറഞ്ഞത് ഒറ്റയടിക്ക് ഇറക്കിയതിനെ കുറിച്ച് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഒറ്റയടിക്ക് ഇറക്കുക എന്ന് പറഞ്ഞാൽ എവിടുന്ന് എങ്ങോട്ട് ഇറക്കിയതാണ്?